കർത്താവിൻ്റെ ധന്യനാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. ഈ വിശുദ്ധാപൽക്കാലം 2025 ജനുവരി മാസം 19-ാം തീയതി നമുക്ക് ദൈവസന്നിധിയിലായിരിക്കാൻ കർത്താവ് തന്ന വിലപ്പെട്ട സന്ദർഭത്തെ ഓർത്ത് നന്ദിയോടെ സ്തോത്രം ചെയ്യുന്നു. കർത്താവ് ഈ പുതുവർഷത്തിൽ പ്രവേശിക്കുവാൻ നമുക്ക് ഭാഗ്യം നൽകി. അനേകര് 2024 കൊണ്ട് ഈ ലോകത്തിൽ നിന്ന് ജീവിതം അവസാനിപ്പിച്ചു പോയി. 2025 ജീവിക്കുവാൻ ദൈവം നമുക്ക് കൃപ നൽകി, ഭാഗ്യം നൽകി. അതെന്തിനാണെന്ന് ചോദിച്ചാൽ, നമ്മുടെ ഇഷ്ടം ചെയ്യാനല്ല, ദൈവ ഇഷ്ടം ചെയ്ത് വാഗ്ദത്തം പ്രാപിപ്പാൻ. ഏത് വാഗ്ദത്തം? കർത്താവിൻ്റെ വരവിൻ്റെ അനുഭവം. ഞാൻ നിങ്ങൾക്ക് സ്ഥലമൊരുക്കാൻ പോകുന്നു, ഞാൻ പോയി സ്ഥലമൊരുക്കിയാൽ ഞാൻ ഇരിക്കുന്നിടത്ത് പിന്നെയും നിങ്ങളെ ഇരിക്കേണ്ടതിന് പിന്നെയും നിങ്ങളെ എൻ്റെ അടുക്കൽ ചേർത്തുകൊള്ളും. ഗലീലാപുരുഷന്മാരെ, നിങ്ങൾ ആകാശത്തേക്ക് നോക്കി നിൽക്കുന്നതെന്ത്? നിങ്ങളെ വിട്ട് സ്വർഗാരോഹണം ചെയ്ത യേശു പോയതുപോലെ തിരിയും. കർത്താവിൻ്റെ വരവിന് വേണ്ടി കാത്തിരിക്കുക എന്നുള്ളതാണ് നമ്മുടെ ലക്ഷ്യം. 2025 നമുക്ക് അങ്ങനൊരു വർഷമായി തീരട്ടെ. കർത്താവ് വരുന്നില്ലെന്നും കർത്താവ് വന്നുപോയെന്നും ഇതൊക്കെ മിഥ്യാധാരണയാണെന്നും പാസ്റ്റർമാരും ബിഷപ്പുമാരും പലരും ഒക്കെ പ്രസംഗിച്ചുകൊണ്ടിരിക്കുക. നമ്മളതൊക്കെ തള്ളിക്കളഞ്ഞ് കർത്താവും അപ്പോസ്തലന്മാരും പറഞ്ഞ വചനത്തെ മുറുകെ പിടിച്ച് കർത്താവിൻ്റെ വരവിന് വേണ്ടി കാത്തിരിക്കുന്നവരാണ്. ഞങ്ങൾ വാക്കിനാലോ ലേഖനത്താലോ തന്ന പ്രമാണങ്ങളെ മുറുകെ പിടിച്ചുകൊണ്ട് കർത്താവിൻ്റെ വരവിന് വേണ്ടി കാത്തിരിക്കുന്ന ഒരു വിശുദ്ധ ഗണമാണ്. അതിനി 2-3 പേരായാലും ഒരു കുഴപ്പവുമില്ല. ചിലർ പേരിക്കണം 50, 60, 100, 500, 1000, 2000, 3000 ഒക്കെ ഉണ്ടെങ്കിലേ കൂട്ടായ്മ നടക്കുള്ളൂ. ഒരു ചുക്കുമില്ല. അവിടെയൊന്നൊന്നുമില്ല. ആൾ കൂടുന്നിടത്ത് പാമ്പിയായില്ലെന്ന് പറഞ്ഞ പോലെ ഈ ആൾക്കൂട്ടത്തിലൊന്നും ഒന്നുമില്ല. അതൊക്കെ നമ്മൾ മനസ്സിലാക്കണം. ഞാൻ അതിലേക്കൊന്നും പോകുന്നില്ല വിശദമായിട്ട്. അതുകൊണ്ട് നമ്മൾ 2-3 പേർ എൻ്റെ നാമത്തിൽ കൂടുതൽ കർത്താവ് ഉണ്ടെങ്കിൽ, കർത്താവിൻ്റെ സാന്നിധ്യം ഉണ്ട്, ദൈവവചനം വെളിപ്പെടും. അവിടെ നമ്മൾ വചനം കേട്ട് മാനസാന്തരപ്പെട്ട് കർത്താവിൻ്റെ വരവിന് വേണ്ടി ഒരുങ്ങുവാൻ കർത്താവ് നമ്മെ സഹായിക്കട്ടെ. ഫിനെഹാസും ഒഫ്നിക്കും സംഭവിച്ച ദുരന്തം എന്താണെന്ന് ശമൂവേലിൻ്റെ 1-ാം പുസ്തകത്തിൽ പഠിപ്പിക്കുന്നുണ്ട്. ഏലി പുരോഹിതൻ്റെ 2 മക്കളാണ്, അരിമ മക്കൾ. ഈ പുരോഹിതന്മാരുടെ മക്കളാണ് കൂടുതലും തലതിരിഞ്ഞു പോകുന്നത്. നമ്മളത് മനസ്സിലാക്കണം. കാരണം അവർക്ക് ദൈവഭയമില്ല. ചരിത്രം പഠിച്ചാൽ കാണാൻ കഴിയുന്നതാ. നമ്മുടെ പാസ്റ്റർമാരുടെ മക്കൾ എത്രയോ പേരെ തലതിരിഞ്ഞു പോകും. തിരുവല്ലയിലെ 2 പാസ്റ്റർമാരുടെ 2 മക്കൾ സൈറ്റാൻ വേർഷിപ്പിൻ്റെ ലീഡർഷിപ്പിൽ വർക്ക് ചെയ്യുക. അവർ പറഞ്ഞു, ഞങ്ങളുടെ പപ്പ തരികിടെ, ഞങ്ങളുടെ പപ്പ ഗുണമില്ലാത്തവനാണ്, അതുകൊണ്ട് പപ്പ പറയുന്നത് ഞങ്ങൾക്ക് വേണ്ടെന്ന്. അത് ആ പാസ്റ്റർമാർ അങ്ങനെ ആയിപ്പോയി. പണത്തിൻ്റെ പുറകെ, കസേരയുടെ പുറകെ, പിന്നെ ലോകത്തിൻ്റെ പുറകെ പോകുന്നവരായി മാറി. സ്തോത്രം. പണസമ്പാദനമാണ് അവരുടെ പ്രധാന മാർഗം. നമ്മൾ അങ്ങനെയല്ല. ദൈവവചനം പ്രസംഗിച്ച് ജനത്തെ കർത്താവിൻ്റെ വരവിന് വേണ്ടി ഒരുക്കി നിർത്തുന്നത്, അതാണ് നമ്മുടെ ലക്ഷ്യം. ആ അനുഭവത്തിൽ നിന്ന് ആത്മികരായവരൊക്കെ പുറകോട്ട് പോയി. സ്വന്തം ലാഭത്തിന് വേണ്ടിയും സ്വന്തം ലക്ഷറി ലൈഫ് നയിക്കാൻ വേണ്ടിയും മുമ്പോട്ട് പോകുന്ന വലിയ സമൂഹമായി നമ്മുടെ ക്രൈസ്തവ സമൂഹം ജീർണിച്ചു പോയി, അധപ്പതിച്ചു പോയി എന്ന് പറയുന്നതിൽ ലജ്ജയുണ്ട്, വേദനയുണ്ട്. സ്തോത്രം. എന്നാലും നമ്മുടെ കൂടിയവരുകൾ ദൈവത്തിൽ കടന്നു വന്ന് കർത്താവിനെ ആരാധിച്ച് ദൈവവചനം പഠിച്ച് ധ്യാനിച്ച് കർത്താവിൻ്റെ ഒരു വേണ്ടി ഒരുങ്ങുക എന്നുള്ളൊരൊറ്റ പ്രൊജക്റ്റേ നമുക്കുള്ളൂ. വേറെ ഒന്നുമില്ല ഇവിടെ. സഭ നടത്തലും വലിയ വലിയ സംഘങ്ങളാക്കലും ആളെ കൂട്ടലും പിന്നെ വലിയ വലിയ പ്രസ്ഥാനങ്ങൾ കെട്ടിപ്പൊക്കി, ഇതൊന്നും നമുക്കില്ല. അതൊക്കെ ചെയ്തവർ ചെയ്തോട്ടെ, അതിൻ്റെ അന്ത്യം അവർ പ്രാപിച്ചോട്ടെ. ഒരു കാര്യം ഉറപ്പ്, അവനവൻ ചെയ്യുന്ന പ്രവൃത്തിക്ക് തക്കവണ്ണം അവനവന് കിട്ടും. വേണ്ടെന്ന് പറഞ്ഞാലും കിട്ടും. റോമാലേഖനം 6-ാം അധ്യായത്തിൻ്റെ 23-ാമത്തെ വാക്യം, പാപത്തിൻ്റെ ശമ്പളം മരണമത്രേ, ദൈവത്തിൻ്റെ കൃപാവരമോ കർത്താവായ യേശുക്രിസ്തുവിൽ. അപ്പോൾ പാപത്തിന് ശമ്പളമുണ്ട്. ദി വേജസ് ഓഫ് സിൻ ഡെത്ത്. പാപത്തിന് ശമ്പളമുണ്ട്, അത് മരണം, ആത്മമരണമാണ്. അത് നമ്മൾ മനസ്സിലാക്കിക്കൊണ്ട്, പാപം ആര് ചെയ്താലും അത് കൂട്ടി വെച്ച് അവസാനം തലയിലോട്ട് കെട്ടിച്ചുമന്നോട്ട് പോകാനായിട്ട് കർത്താവ് തലയിലോട്ട് വെച്ച് തരും, ശമ്പളമായിട്ട്. ആ ശമ്പളം, ഒരു മാസം ഒരു കമ്പനി ജോലി ചെയ്താൽ ശമ്പളം കിട്ടും. അതുപോലെ പാപം ചെയ്യുന്നതൊക്കെ തമ്പുരാൻ്റെ ഓർമ്മ പുസ്തകത്തിൽ കൂട്ടി വെച്ചിട്ട് അതെല്ലാം കൂടി ഒന്നിച്ച് തലയിലോട്ട് കെട്ടിവെച്ച് തരും. അതാണ് മരണം, ആത്മമരണം.
അത് കർത്താവ് വരുമ്പോഴേ അത് മനസ്സിലാവത്തുള്ളൂ അതിൻ്റെ ഗൗരവം എന്താണ്. അതുകൊണ്ട് വാത്സല്യ പ്രിയമുള്ളവരെ, നമ്മൾ ദൈവസന്നിധിയിൽ പ്രാർത്ഥിക്കുകയും വചനം ധ്യാനിക്കുകയും ഒക്കെ ചെയ്യുന്നതിൻ്റെ പ്രാഥമിക ലക്ഷ്യം, അതിൻ്റെ ഗോൾ എന്ന് പറഞ്ഞാൽ ദൈവരാജ്യത്തിന് നമ്മളെ തന്നെ ഒരുക്കിക്കൊണ്ടിരിക്കുക നമ്മൾ ചെയ്യുന്നു. നമ്മളെ തന്നെ ഒരുക്കുക, നമ്മളെ തന്നെ കാത്തുകൊള്ളുക, നമ്മളെ തന്നെ ശുദ്ധീകരിക്കുക, നമ്മെ തന്നെ വെടിപ്പാക്കുക, നമ്മെ തന്നെ നിർമ്മലീകരിക്കുക, നമ്മെ തന്നെ ശുദ്ധീകരിക്കുക. ഇതാണ് നമ്മൾ ചെയ്തുകൊണ്ടിരിക്കുന്ന ഓരോ കൂട്ടായ്മയിലും. ഇതൊന്നും നടക്കുന്നില്ലെങ്കിൽ ആ കൂട്ടായ്മയൊക്കെ വട്ടപൂജ്യം. ആരെവിടെ കൂടിയാലും ഒരു ഗുണവുമില്ല. കർത്താവിൻ്റെ ദാസന്മാർ നമുക്ക് തന്ന പഠനം അനുസരിച്ച് നമ്മൾ പഠിക്കുമ്പോൾ നമ്മുടെ കൂടിവരവിൽ നമ്മൾ എന്ത് ചെയ്യണം? ദൈവത്തിൻ്റെ ഇഷ്ടമോ നമ്മുടെ ശുദ്ധീകരണം തന്നെ. ശുദ്ധീകരണവും ആത്മീയ വളർച്ചയും ആത്മീയ വർധനവും ആത്മീയ നിറവും. ഇത് സംഭവിക്കുന്നില്ലെങ്കിൽ കൂട്ടായ്മ കൊണ്ട് യാതൊരു പ്രയോജനമില്ല. കർത്താവ് ഒന്ന് സഭയും കൊണ്ടുപോകും, നമ്മളിവിടെ തൊഴിഞ്ഞ് കിടക്കും. അതുകൊണ്ട് ഗൗരവമായ ദിവസങ്ങളിൽ നമ്മൾ കാര്യങ്ങളെ മനസ്സിലാക്കി മുൻപോട്ട് പോകണം. ഏലി പുരോഹിതൻ്റെ മക്കള് മരിച്ചു പോകാനുള്ള കാരണം ദൈവവചനത്തിൻ്റെ വ്യവസ്ഥ അവർ പാലിക്കാത്തതുകൊണ്ടാണെന്ന് മനസ്സിലാക്കണം. ഫിനെഹാസും ഒഫ്നിയും ലേവ്യ പുസ്തകം 10-ാം അധ്യായത്തിൻ്റെ 1-2 വാക്യങ്ങളിൽ അവർ ദൈവഹിത പ്രകാരമല്ലാത്ത അന്യാഗ്നി കത്തിച്ചതുകൊണ്ട് അവരെന്ത് ചെയ്തു? തീ അവരെ വിഴുങ്ങിക്കളഞ്ഞു. ദൈവത്തിൻ്റെ തീ അവരെ ദഹിപ്പിച്ചു കളഞ്ഞു. അതിൻ്റെ 16-ാം അധ്യായത്തിൽ ലേവ്യ 16-ൽ മോശയോട് പറയുന്നുണ്ട്, അഹരോനോട് എപ്പോഴും ദൈവസന്നിധിയിൽ വരരുത്, നിന്റെ മക്കൾ മരിച്ചു പോയത് കൊണ്ട് നീയും വരരുതെന്ന് പറയുന്നുണ്ട്. കാരണം ഫിനെഹാസിനും നാദാബും അബീഹൂബും അവരാണല്ലോ മരിച്ചു പോയത്, തീ കൊണ്ട് മരിച്ചു പോയത്. അവർക്ക് സംഭവിച്ച ഗതികെട്ട അവസ്ഥ അഹരോൻ ഉണ്ടാകാതിരിക്കാൻ. അഹരോൻ ആരാ? പുരോഹിതനാണ്. മോശയുടെ ഒരു സഹോദരനായ പുരോഹിതനാണ്. അപ്പോൾ പുരോഹിതനൊന്നും വിശ്വാസിയൊന്നും ദൈവത്തിന് വിഷയമല്ല. ന്യായപ്രമാണ യുഗത്തിലാണെങ്കിൽ നമ്മൾ പലരും ലോകത്ത് കാണത്തില്ല, എല്ലാം ദഹിച്ചു പോകും, അഗ്നി ദഹിപ്പിച്ചു കളയും നമ്മളെ. ഇപ്പൊ കൃപായുഗമായതുകൊണ്ട് നമ്മളിങ്ങനെ ജീവിച്ചിരിക്കുക, ദൈവം ദീർഘക്ഷമ കാണിച്ചുകൊണ്ടിരിക്കുക. പക്ഷെ എന്ന് വെച്ച് ശിക്ഷയ്ക്ക് അടിയില്ലെന്ന് ഓർക്കരുത്. പാഴ്സലായിട്ട് അവസാനം ഒന്നിച്ച് കിട്ടും. അതാണ് പാപത്തിൻ്റെ ശമ്പളം, മരണം എന്ന് ഞാൻ പറഞ്ഞത്. അതുകൊണ്ട് നമ്മൾ ഈ കാര്യങ്ങളൊക്കെ മനസ്സിലാക്കി ഈ ദിവസങ്ങളിൽ നമ്മൾ മുന്നോട്ട് പോകണം. നിനക്ക് അല്പമേ ശക്തിയുള്ളൂവെങ്കിലും, 7 സഭകളിൽ ഒരു സഭയോട് പറയുന്നു, നമുക്ക് അല്പമേ ശക്തിയുള്ളൂവെങ്കിലും എന്ത് ചെയ്തു? വചനം കാത്തു. ചെറിയ ശക്തിയെ നമുക്കുള്ളൂ. ദൈവവചനം സൂക്ഷിച്ച്, ദൈവവചനം കാത്ത് അനുസരിച്ച് നമ്മൾ ജീവിക്കണം. 1 ശമൂവേലിന്റെ പുസ്തകം അതിൻ്റെ 15-ാമത്തെ അധ്യായത്തിലെ 22-23 വാക്യങ്ങൾ ഞാൻ വായിക്കുന്നു. യഹോവയുടെ കൽപ്പന അനുസരിക്കുന്നത് പോലെ ഹോമയാഗങ്ങളും ഹനനയാഗങ്ങളും യഹോവയ്ക്ക് പ്രസാദമാകുമോ? ഇതാ അനുസരിക്കുന്നത് യാഗത്തെക്കാളും ശ്രദ്ധിക്കുന്നത് മുട്ടാളുകളുടെ വേദസ്സിനേക്കാളും നല്ലത്. മത്സരം ആഭിചാരം പോലെയും ഷാഠ്യം മിഥ്യാപൂജയും വിഗ്രഹാരാധനയും പോലെയുമാകും. നീ യഹോവയുടെ വചനങ്ങളെ തള്ളിക്കളഞ്ഞതുകൊണ്ട് അവൻ നിന്നെ രാജസ്ഥാനത്ത് നിന്ന് തള്ളിക്കളഞ്ഞിരിക്കുന്നു. ആരെ? ശൗലിനെ. ശൗൽ ആരായിരുന്നു? ഇസ്രയേലിൻ്റെ രാജാവായിരുന്നു. ദൈവമാക്കി വെച്ചിട്ടുണ്ട്. തോളിന്മേലെ വലിയ പൊക്കമുള്ളവരും വലിയ വണ്ണമുള്ളവരും വലിയ ഒരു എന്താ പറയുക, ഒരു വലിയ മനുഷ്യനായിരുന്നു. പക്ഷേ യഹോവയുടെ കൽപ്പന തള്ളിക്കളഞ്ഞപ്പോൾ എന്ത് ചെയ്തു? ദൈവം ശൗലിനെ ഔട്ടാക്കി. ആ സ്ഥാനത്ത് ദാവീദിനെ രാജാവാക്കുന്ന ഭാഗങ്ങളൊക്കെ നമുക്ക് വായിച്ച് പഠിക്കാൻ കഴിയും. ഞാൻ അങ്ങോട്ടൊന്നും പോകുന്നില്ല. അപ്പോൾ ദൈവം നമ്മളെക്കുറിച്ച് ഉദ്ദേശിക്കുന്ന ഉദ്ദേശശുദ്ധിയിലേക്ക് നമ്മൾ വരുന്നില്ലെങ്കിൽ, ദൈവവചനം മറുത്ത് നമ്മൾ പോയാൽ ദൈവം നമ്മളെ തള്ളിക്കളയും. ദൈവം തള്ളിക്കളഞ്ഞാൽ ലോകത്തെ രക്ഷിക്കാൻ ഒരു മനുഷ്യനും കാണത്തില്ല. അത് നമ്മൾ നന്നായിട്ട് ഓർത്തോണം. ഞാൻ മുഹോരോ പറഞ്ഞ സമയം ദീർഘിപ്പിക്കുന്നില്ല. നമ്മൾ വചനത്തിലേക്ക് വരുന്നു. 1 പത്രോസിൻ്റെ ലേഖനം 2-ാം അധ്യായം 1 മുതൽ 10 വരെയുള്ള വാക്യങ്ങളാണ് നമ്മുടെ ഇന്നത്തെ ചിന്ത. പക്ഷേ ഈ 10 വാക്യം തന്നെ മണിക്കൂറുകൾ പഠിക്കാനും ധ്യാനിക്കാനുമുള്ള വിഷയങ്ങൾ ഇതിലുണ്ട്. പത്രോസിൻ്റെ 1-ഉം 2-ഉം ലേഖനങ്ങൾ വായിച്ചു പഠിച്ചാൽ കാതലായ വിഷയങ്ങളാണ് പത്രോസ് പറയുന്നത് മുഴുവൻ. പത്രോസിന് ലേഖനം എഴുതി തീർക്കാൻ അറിയത്തില്ല എന്നാണ് വേദപണ്ഡിതന്മാരിൽ നമ്മൾ പഠിക്കുന്നത്. താൻ എഴുതിയ ലേഖനത്തിൽ നിന്നും നമ്മൾ പഠിക്കുന്നത് അതാ. പത്രോസിൻ്റെ ലേഖനം ആരെഴുതിയെന്നാണ് എഴുതിയിരിക്കുന്നത്?
നിങ്ങളെ പ്രബോധിപ്പിച്ചും നിങ്ങൾ ഈ നിൽക്കുന്നത് ദൈവത്തിൻ്റെ സത്യകൃപയിലാകുന്നുവെന്നും സാക്ഷീകരിച്ചുകൊണ്ട് ഞാൻ നിങ്ങൾക്ക് വിശ്വസ്ത സഹോദരൻ എന്ന് നിരൂപിക്കുന്ന സില്ലനോസ് മുഖാന്തരം ചുരുക്കത്തിൽ എഴുതിയിരിക്കുന്നു. സില്ലനോസ് എന്ന് പറയുന്ന ഒരു ശിഷ്യനാണ് പത്രോസിൻ്റെ ലേഖനം എഴുതിയതെന്നാണ് ചരിത്രം. എന്താ കാര്യം? പത്രോസിനെ എഴുതാൻ അറിയില്ല. ഒരു മുക്കുവ സഹോദരനാണ്. മീൻ പിടിക്കാൻ അറിയാം, വല നന്നാക്കാൻ അറിയാം. നമുക്കിപ്പോൾ എന്തൊക്കെ അറിയാം? അയ്യോ, ലോകത്തുള്ള അറിവെല്ലാം തലയെ കയറ്റി വെച്ച് എന്തോ സംഭവമാണെന്ന് പറഞ്ഞ് നമ്മൾ ചിന്തിച്ചുകൊണ്ടിരിക്കുക. പ്രിയ ദൈവമക്കളെ, ഒന്നും അറിഞ്ഞില്ലേലും ഒരു കുഴപ്പമില്ല. ദൈവം നിന്നെ അറിഞ്ഞാൽ മതി. പത്രോസിന്റെ പ്രസംഗം മുഴുവൻ ദൈവാത്മാവിലാ പത്രോസ് പ്രസംഗിക്കുന്നത്. ഒരു വാക്യം വായിക്കാം. 1 പത്രോസ് 4:11 വാക്യം വായിച്ചാട്ടെ. 4:11 ഒരുത്തൻ പ്രസംഗിക്കുന്നുവെങ്കിൽ ദൈവത്തിന്റെ അരുളപ്പാട് പ്രസ്താവിക്കുന്നു എന്ന പോലെയും ഒരുത്തൻ ശുശ്രൂഷിക്കുന്നുവെങ്കിൽ ദൈവം നൽകുന്ന പ്രാപ്തിക്ക് ഒത്തുകൊണ്ടാകട്ടെ. അപ്പൊ ദൈവത്തിന്റെ വചനം പ്രസംഗിച്ചാൽ മതി. കൂടുതലൊന്നും നമ്മൾ ചെയ്യണ്ട. നമ്മൾ കുറെ പഠിച്ചെടുക്കുന്നതും ബൈബിൾ കോളേജിൽ VTH MTH മാസ്റ്റർ ബിരുദങ്ങളൊക്കെ എടുത്ത് പ്രാപിച്ചെടുക്കുന്ന കുറെ ജ്ഞാനവും കുറെ അറിവും ഒന്നും കൊടന്നു വെച്ചാലൊന്നും ജനം നന്നാകത്തില്ല. ജനത്തിന് എന്ത് വേണം? ഒരുത്തൻ പ്രസംഗിക്കുന്നുവെങ്കിൽ ദൈവത്തിൻ്റെ അരുളപ്പാട് പോലെ സത്യവചനത്തെ യഥാർത്ഥമായി പ്രസംഗിക്കുക. തിമോഥെയോസിന്റെ ലേഖനത്തിൽ പൗലോസ് പറയുന്നു, സ്തോത്രം, നീ നിന്നെ സൂക്ഷിക്കുക, നിന്റെ ഉപദേശത്തെ സൂക്ഷിക്കുക. അങ്ങനെ ചെയ്താൽ നീ നിന്നെയും നിന്റെ പ്രസംഗം കേൾക്കുന്നവരെയും രക്ഷിക്കുക. അപ്പൊ പ്രസംഗം എന്താണ്? ഉപദേശം പ്രസംഗിക്കണം. പൗലോസ് പറഞ്ഞു, എൻ്റെ വചനവും എൻ്റെ പ്രസംഗവും ജ്ഞാനത്തിന്റെ വശീകരണ വാക്കുകൾ അല്ല, ആത്മാവിൻ്റെയും ശക്തിയുടെയും പ്രദർശനം അത്ര. അപ്പോൾ പൗലൂസും പത്രോസും യോഹന്നാനും യാക്കോബോ സ്തേഫാനോസും ഫിലിപ്പോസും ഇവരൊക്കെ പ്രസംഗിച്ചത് ദൈവവചനം ദൈവാത്മാവില്ല. ഇന്നത്തെ പ്രസംഗങ്ങൾ മുഴുവൻ ബുദ്ധിയുടെ പ്രസംഗങ്ങളാണ്, പിന്നെ കുറെ പാട്ടും. ഇതുകൊണ്ടൊന്നും ആർക്കും ഒരു ഗുണമില്ല. ഞാനിത് മനസ്സിലാക്കിയതിൻ്റെ കാര്യം, ഇതൊക്കെ കേട്ടും നടക്കുന്നവരിൽ അവരുടെ ജീവിതത്തിൽ ഒരു ചുക്കുമില്ല. അതാണ് ഞാൻ മനസ്സിലാക്കിയത്. അതുകൊണ്ടാണ് അങ്ങനെ പറയുന്നത്. നമ്മൾ മനസ്സിലാക്കി, ദൈവവചനം കേട്ട് വളർന്നു വരുന്നവൻ എന്തുണ്ടാകും? ഇപ്പൊ കഴിഞ്ഞ ദിവസം ഫ്രാൻസിസ് ഒരു ഹിന്ദു സഹോദരനോട് സുവിശേഷം പ്രസംഗിച്ചു. ബൈബിൾ വേണമെന്ന് പറഞ്ഞു. ബൈബിൾ കൊടുത്തു. കൂടുതലായിട്ട് എന്താ കാര്യം? ദൈവവചനം കേട്ട് പഠിക്കുന്നവർ മറ്റുള്ളവരോട് പറയണമെന്നുള്ള താല്പര്യം ഉണ്ടാവും. ഒരു ഭാവിയെങ്കിലും രക്ഷിച്ചെടുത്താൽ അത്രയ്ക്കും വലിയ കാര്യമാണ്. അതിന് അദ്ദേഹത്തെ ഞാൻ വളരെ അഭിനന്ദിക്കുന്നു. അനേകർ കഴിയാത്ത കാര്യമാണ് അത്. കണ്ട ചാപ്പും ചവറും പറഞ്ഞ് വല്ലവരെയും അതും ഇതൊക്കെ പറഞ്ഞ് നശിപ്പിക്കുമ്പോൾ പ്യുവർ വചനം പറഞ്ഞ് ഒരാളെ ദൈവഗുരുവിലേക്ക് നടത്താൻ ശ്രമിച്ചാൽ ആ ശ്രമം തന്നെ വലുതാ. അതിന് മാർക്കുണ്ട്. അതുകൊണ്ട് സത്യവചനത്തെ യഥാർത്ഥമായി പ്രസംഗിക്കുന്ന ശുശ്രൂഷ വൃന്ദങ്ങൾ എഴുന്നേറ്റ് വരാൻ നമുക്ക് പ്രാർത്ഥിക്കാം. ഇന്ന് തത്വജ്ഞാനം പ്രസംഗിച്ചുകൊണ്ടിരിക്കുക. തത്വജ്ഞാനം വെറും വഞ്ചനയും. ആരും നിങ്ങളെ കവർന്നു കളയരുത്. ബുദ്ധി കൊണ്ടല്ല ദൈവവചനം പ്രസംഗിക്കേണ്ടത്, ദൈവാത്മാവിലാണ് ദൈവവചനം പ്രസംഗിക്കേണ്ടത്. അതുകൊണ്ടാണ് അങ്ങനെ ഉള്ള ശുശ്രൂഷ ഇല്ലാത്തതുകൊണ്ടാണ് ഇന്നത്തെ ക്രൈസ്തവ ഗോളം ജീർണിച്ച് കിടക്കുന്നത്. ആത്മീയ ഗോളം നശിച്ചു കിടക്കുന്നതിൻ്റെ കാര്യം അതാണ്. പ്രത്യാശയില്ലാത്ത വിശ്വാസികളെ കൊണ്ട് ക്രൈസ്തവ ഗോളം നിറഞ്ഞു കിടക്കുന്നതിൻ്റെ കാരണം ഈ പ്രത്യാശയുടെയും വിശുദ്ധിയുടെയും വചനങ്ങൾ അവരെ പഠിപ്പിക്കുന്നില്ല, അവരെ ഗ്രഹിപ്പിക്കുന്നില്ല. നിങ്ങളെ പഠിപ്പിച്ച ഉപദേശരൂപം എന്ന റോമാലേഖനം 16-ാം അധ്യായം നിങ്ങൾ പഠിച്ചു. 6:16 നിങ്ങൾ പഠിച്ച ഉപദേശരൂപം. അപ്പൊ സഭയെ ഉപദേശം പഠിപ്പിച്ചു. സഭ അത് ഇന്ന് സഭയെ പഠിപ്പിക്കുന്നില്ല, സഭ പഠിക്കുന്നില്ല. അന്നത്തെ വിശ്വാസികളൊക്കെ എന്ത് ചെയ്യുക? ICU കിടക്കുന്ന പോലെ, എൻ്റെ ഭാഷയാണത്. ICU കിടക്കുന്ന, അങ്ങോട്ടോ ഇങ്ങോട്ടോ ജീവൻ നിലനിർത്താൻ കിടക്കുന്ന പോലെയാണ് ഇന്നത്തെ വിശ്വാസികൾ ബഹുഭൂരിപക്ഷവും. അങ്ങോട്ടോ ഇങ്ങോട്ടോ എന്ന് പറഞ്ഞ് കിടക്കുക. ആത്മീയമായി ചത്തുകൊണ്ടിരിക്കുക, ചത്തും പോയിക്കൊണ്ടിരിക്കുക പലരും. പ്രിയമുള്ളവരെ, ജീവനുണ്ടാകാൻ, സമൃദ്ധിയായി ജീവനുണ്ടാകാൻ അത്രേ ഞാൻ വന്നിരിക്കുന്നത്. ഞാൻ നിങ്ങളോട് സംസാരിച്ച വചനങ്ങൾ ആത്മാവും ജീവനുമാകുന്നു. എന്തോ ഇത് ഈ ആത്മാവും ജീവനുമാകുന്ന വചനങ്ങൾ നമ്മുടെ ഉള്ളിൽ കയറുമ്പോൾ നമുക്ക് ജീവനുണ്ടാകത്തുള്ളൂ. സ്തോത്രം. ഞാൻ ഈ ക്ഷീണം തോന്നുന്ന സമയത്ത് ഈ വചനമൊക്കെ എടുത്താണ് ധ്യാനിക്കും. എസ്പെഷ്യലി യോഹന്നാന്റെ സുവിശേഷം 5-6 അധ്യായം, 6-ാം അധ്യായമാണ് കൂടുതലും. ഞാൻ സ്വർഗത്തിൽ ഇറങ്ങി വന്ന് ജീവന്റെ അപ്പമാകുന്നു, എന്നെ തിന്നുന്നു എന്മൂലം ജീവിക്കും. നിങ്ങളുടെ പിതാക്കന്മാർ മരുഭൂമിയിൽ മന്ന തിന്നിട്ട് മരിച്ചുപോയല്ലോ. എന്നാൽ ഇതാ മരിക്കാതിരിക്കേണ്ടതിന് സ്വർഗത്തിൽ നിന്ന് ഇറങ്ങി വന്ന ജീവന്റെ അപ്പം ഞാനാ. ഏതായി ജീവന്റെ അപ്പം? കർത്താവ് പറഞ്ഞ വചനങ്ങൾ.
ഇത് ഭക്ഷിക്കുന്നവന് ജീവനുണ്ട്. സ്തോത്രം, സ്തോത്രം, സ്തോത്രം. അതുകൊണ്ട് പ്രിയമുള്ളവരെ, 1 പത്രോസ് 2 അധ്യായത്തിൻ്റെ 1 മുതൽ 10 വരെയുള്ള വാക്യങ്ങൾ പത്രോസ് ആത്മാവിൽ എഴുതി വെച്ചതാണ്. തനിക്ക് എഴുതാൻ അറിയാഞ്ഞിട്ട് അത് ആരെ കൊണ്ട് എഴുതിയെന്ന് നമ്മൾ വായിച്ചത്? സുല്ലോനോസിനെ കൊണ്ട് എഴുതിച്ചു. ഈ സ്കൂളിൽ പോകാത്ത പത്രോസിൻ്റെ അരുളപ്പാടുകളും വചനങ്ങളും PhD പഠിച്ചവന് പോലും മനസ്സിലാകുന്നില്ല. ഇന്ന് അവൻ തെറ്റിച്ച് പറഞ്ഞുകൊണ്ടിരിക്കുക. വലിയ വലിയ ബൈബിൾ കോളേജിൽ പോയിട്ട് വലിയ വലിയ ഡിഗ്രി എടുത്തവർ പോലും ഈ പത്രോസ് പറയുന്ന വചനത്തെ കോട്ടിക്കളഞ്ഞും കൂട്ടുചേർത്തും മറിച്ച് കളഞ്ഞുകൊണ്ടിരിക്കുക. എങ്ങനെ മനസ്സിലാവുമെന്ന് ചോദിച്ചാൽ, പത്രോസിൻ്റെ പ്രസംഗങ്ങളൊക്കെ, പത്രോസിൻ്റെ ലേഖന പ്രസംഗങ്ങളൊക്കെ എടുത്ത് പ്രസംഗിക്കുമ്പോൾ ഞാനത് സശ്രദ്ധം ശ്രദ്ധിക്കും. എന്താ ഇയാൾ പറയുന്നത്? കേട്ട് വരുമ്പോൾ പത്രോസ് പറഞ്ഞ പോലെയൊന്നുമല്ല പറയുന്നത്, വല്ലതുമൊക്കെ പറഞ്ഞുകൊണ്ടിരിക്കുക. അതുകൊണ്ട് നമ്മൾ അതിൻ്റെ തനിമയിൽ തന്നെയാണ് ഇത് പ്രസംഗിക്കുന്നത്. നിങ്ങളത് കേട്ട് മനസ്സിലാക്കി ദൈവകൃപയിൽ നിലനിൽക്കുവാൻ കർത്താവിൻ്റെ നാമത്തിൽ ഞാൻ നിങ്ങളെ ഓർപ്പിക്കുന്നു. പത്രോസിൻ്റെ 1 ലേഖനം 2 അധ്യായം 1 വാക്യം. ആകയാൽ സകല ദുഷ്ടതയും എല്ലാ ചതിവും വ്യാജഭാവവും അസൂയയും എല്ലാ നുണയും നീക്കിക്കളഞ്ഞ് ഇപ്പോൾ ജനിച്ച ശിശുക്കളെ പോലെ രക്ഷയ്ക്കായി വളരുവാൻ വചനമെന്ന മായമില്ലാത്ത പാൽ കുടിപ്പാൻ വാഞ്ചി. ഈ വചനം തന്നെ പലരും പ്രസംഗിക്കുന്ന ഞാൻ കേട്ടിട്ടുണ്ട്. രക്ഷയ്ക്കായിട്ട് വളരണം, രക്ഷയ്ക്കായിട്ട് വളരണം, രക്ഷയ്ക്കായിട്ട് വളരണം, അന്ത്യകാല രക്ഷയ്ക്കായിട്ട് വിശ്വാസി വളരണം എന്നൊക്കെ പറയുന്നുണ്ട്. എങ്ങനെയാ വളരുന്നേ? പറഞ്ഞു. വചനമെന്ന മായമില്ലാത്ത പാല് കുടിച്ച് വളരണം. ഒരു കുഞ്ഞ് ജനിച്ചു കഴിഞ്ഞാൽ ആ കുഞ്ഞിന് അമ്മയുടെ അമ്മിഞ്ഞപ്പാൽ കൊടുക്കും. പാലില്ലെങ്കിൽ ആർട്ടിഫിഷ്യൽ പാല്, പശുവിൻ്റെ പാലൊക്കെ മേടിച്ചു കൊടുക്കും. ഈ പാല് കൊടുത്ത കുഞ്ഞിനെ വളർത്തുന്നേ. എല്ലാ കുഞ്ഞുങ്ങളും കുടിക്കും. നമ്മുടെ ഇവിടുത്തെ എസ്രയും കുടിച്ചിട്ടുണ്ട്. പാല് കുടിച്ച കുഞ്ഞുങ്ങൾ വളരുന്നത്, ശുദ്ധമായ പാല്. ഈ പാല് കുടിക്കുമ്പോൾ അതിലുള്ള പ്രോട്ടീൻസ് ഈ കുഞ്ഞിൻ്റെ ശരീരത്തിൽ പ്രവേശിച്ച് ഇതിനൊരു വളർച്ചയുണ്ടാകും. അത് അമ്മിഞ്ഞപ്പാലാണെങ്കിൽ ബഹുവിശേഷമാണ്. ഡോക്ടർമാർ പറയുന്നത് അമ്മയുടെ മുലപ്പാലിലുള്ള പ്രോട്ടീൻസ് ലോകത്തിൽ ഒരു ഫുഡിലും ഇല്ലെന്നാണ് പറയുന്നത്. അത് ഒരു 3-4 വർഷം കുടിക്കുകയാണെങ്കിൽ കുഞ്ഞിൻ്റെ ഐശ്വര്യം ഒരു പ്രത്യേകം തന്നെയാണ്. അതല്ലെങ്കിൽ അതുപോലെയൊക്കെ ഇരിക്കും. നമ്മളിത് കണ്ടുകൊണ്ടിരിക്കുന്ന കാര്യങ്ങൾ. അതുകൊണ്ട് പ്രിയമുള്ളവരെ, ഇവിടെ പത്രോസ് പറയുന്നത് രക്ഷയ്ക്കായി വളരുവാൻ വചനമെന്ന മായമില്ലാത്ത പാല് കുടിക്കണം. ഏതാണ് ഈ വചനമെന്ന മായമില്ലാത്ത പാല്? പറ. അപ്പോസ്തലന്മാരുടെ ഉപദേശം. പുതിയ നിയമസഭ രൂപം കൊള്ളുന്നത് എവിടെയാ? മർക്കോസിന്റെ മാളിക മുറിയില് പരിശുദ്ധാത്മാവിന്റെ അഭിഷേകത്താൽ ശിഷ്യന്മാരെല്ലാം നിറഞ്ഞതിന് ശേഷം പത്രോസ് എഴുന്നേറ്റ് ആത്മാവിൽ പ്രസംഗിച്ച് ആ വചനം കേട്ട് ഹൃദയത്തിൽ കുത്തുകൊണ്ടിട്ട് എന്ത് ചെയ്തു? അവർ പത്രോസിനോട് ചോദിക്കുക, സഹോദരന്മാരെ, ഞങ്ങൾ രക്ഷപ്രാപിപ്പാൻ എന്ത് ചെയ്യണം? അല്ലേ? നിങ്ങൾ മാനസാന്തരപ്പെട്ട് നിങ്ങളുടെ പാപങ്ങളുടെ മോചനത്തിനായി ഓരോരുത്തരും യേശുക്രിസ്തുവിന്റെ നാമത്തിൽ സ്നാനമേറ്റു. അപ്പോൾ പത്രോസ് പറഞ്ഞ വ്യവസ്ഥ അനുസരിച്ച് അവർ മാനസാന്തരപ്പെട്ടു, അവർ സ്നാനപ്പെട്ടു, അവർ രക്ഷിക്കപ്പെട്ടു, അവരെല്ലാവരും അഭിഷേകവും പ്രാപിച്ചു, അവരെല്ലാവരും കർത്താവിൻ്റെ സഭയുടെ അംഗങ്ങളായി. ആ അധ്യായത്തിൻ്റെ അവസാന വാക്യത്തിൽ കർത്താവ് രക്ഷിക്കപ്പെടുന്നവരെ ദിനം പ്രതി തൻ്റെ സഭയോട്, അപ്പോൾ കർത്താവിൻ്റെ സഭയുടെ അംഗങ്ങൾ ആരെന്ന് ചോദിച്ചാൽ ഒരൊറ്റ വാക്കിൽ മറുപടി പറയാൻ കഴിയണം. എന്താണ്? അപ്പോസ്തലന്മാരുടെ ഉപദേശം കേട്ട് കൂട്ടായി മരിച്ച് അപ്പം നുറുക്കി പ്രാർത്ഥന വെച്ചു പോകും. ഈ സാധാരണ അറിവ് പോലും ഇല്ലാത്ത അനേക വിശ്വാസികളും പാസ്റ്റർമാരും ഇന്ന് ലോകത്തുണ്ടെന്ന് പറഞ്ഞാൽ എന്താ എൻ്റെ അർത്ഥം? സഭ കർത്താവിൻ്റെതാ. സഭയുടെ പരമാധ്യക്ഷൻ കർത്താവാണ്. ഇന്ന് കാണുന്ന IPC, ഷാരോൺ, അസംബ്ലീസ് കോഡ്, അങ്ങനെ പല പേരുകളിൽ അറിയപ്പെടുന്ന ചർച്ചുകളൊക്കെ കൂട്ടങ്ങളാണ്. സഭകളായി വരണമെങ്കിൽ എന്തു വേണം? അപ്പോസ്തലന്മാരുടെ ഉപദേശം കേട്ട് കൂട്ടായി മരിച്ച് അപ്പം നുറുക്കി
പ്രാർത്ഥന വെച്ച് പറയണം. പൗലൂസ്, പത്രോസ്, യോഹന്നാൻ, യാക്കോബ് അവർ ഉപദേശിച്ച ഉപദേശങ്ങൾ റോമാസഭയെ ഉപദേശിച്ച പോലെ, കൊരിന്ത് സഭയെ ഉപദേശിച്ചതുപോലെ, ഗലാത്യ സഭയെ ഉപദേശിച്ച പോലെ, എഫേസ്യ സഭയെ ഉപദേശിച്ച പോലെ, ഫിലിപ്പി സഭയെ ഉപദേശിച്ചതുപോലെ, കൊലോസ്യ സഭയെ ഉപദേശിച്ചതുപോലെ, തെസ്സലോനിക്ക സഭയെ ഉപദേശിച്ചതുപോലെ ഇന്നത്തെ പാസ്റ്റർമാർ സഭയെ ഉപദേശിച്ച് ഉപദേശം കൊണ്ട് അവരെ വളർത്തിയെടുത്ത് ആ അപ്പോസ്തല ഉപദേശത്തിൻ്റെ ആഴമേറിയ പഠനങ്ങളിലൂടെ അവരെ പഠിച്ച് അവർ ആത്മീയമായി വളർന്ന് ആത്മാവിൽ ബലപ്പെട്ട് ശക്തിപ്പെട്ട് ക്രിസ്തുവിൻ്റെ സമ്പ്രദായ പ്രായത്തിൻ്റെ അളവിലേക്ക് നടത്തപ്പെടണം. അല്ലെങ്കിൽ അതൊന്നും സഭയായിട്ട് നമുക്ക് അംഗീകരിക്കാൻ പറ്റത്തില്ല. ഇവിടെ കഞ്ഞി കുടിക്കാനായിട്ടും ഇവിടുത്തെ കാര്യങ്ങൾ ചെയ്യാനായിട്ടുള്ള ചില കൂട്ടങ്ങൾ മാത്രമേ ഉള്ളൂ. അത് തമിഴൻ്റെ ഭാഷയാണ് ഏറ്റവും നല്ല. പെരിയ കൂട്ടം പോട്ടിருக்கு, കൂട്ടം, പെരിയ കൂട്ടം, 1000, 2000, 3000, 4000, 5000, 10000 കൂട്ടം വലിയ കൂട്ടങ്ങൾ പോട്ടിருக்கு. ഈ കോൺഗ്രസ്സുകാരും കമ്മ്യൂണിസ്റ്റുകാരൊക്കെ ജാഥ നടത്തുമ്പോൾ എന്തോരം കൂട്ടം വരുന്നത്. അതുപോലെ ഈ ഉപദേശങ്ങൾ ഇല്ലെങ്കിൽ പിന്നെ ഈ കൂട്ടം കൊണ്ട് എന്ത് പ്രയോജനം? എൻ്റെ ചോദ്യം അതാ. 1000, 2000, 3000, 5000 ആയിക്കോ, കുഴപ്പമില്ല. അവിടെ ഈ ഉപദേശം പ്രസംഗിച്ച് അവരെ നടത്തുന്നില്ലെങ്കിൽ എന്ത് ഗുണം? പത്രോസ് പ്രസംഗിച്ച വാക്യം, ആ ഒന്നാമത്തെ ആ വാക്യം, സകല ദുഷ്ടതയും എല്ലാ ചതിവും എല്ലാ വ്യാജഭാവവും എല്ലാ അസൂയയും എല്ലാ നുണയും നീക്കിക്കളഞ്ഞ് ഇപ്പോൾ ജനിച്ച ശിശുക്കളെ പോലെ രക്ഷയ്ക്കായിട്ട് വളരണം. പത്രോസിൻ്റെ 1-ാം ലേഖനം വീണ്ടും ജനനത്തെക്കുറിച്ച് പഠിപ്പിക്കുന്നു. അതിൻ്റെ 1-ാം അധ്യായത്തിൻ്റെ 23-ാം വാക്യം ഞാൻ വായിക്കുന്നു. കെടുന്ന ബീജത്താലല്ല, കെടാത്തതിനാൽ ജീവനുള്ളതും നിലനിൽക്കുന്നതുമായ ദൈവവചനത്താൽ തന്നെ നിങ്ങൾ വീണ്ടും ജനിച്ചിരിക്കുന്നു. 1-ന്റെ 5-ാം വാക്യം, ക്ഷയം, വാട്ടം, മാലിന്യമില്ലാത്ത നല്ലൊരു അവകാശത്തിനായി തന്നെ നമ്മെ വീണ്ടും ജനിപ്പിച്ചിരിക്കുന്നു. ഈ യാക്കോബിൻ്റെ ലേഖനം നമ്മൾ വായിക്കുമ്പോൾ സ്തോത്രം, അവിടെയും വീണ്ടും ജനനത്തെക്കുറിച്ച് യാക്കോബ് പറയുന്നുണ്ട്. സ്തോത്രം, ഹല്ലേലൂയ. അതിൻ്റെ 1-ാം അധ്യായത്തിൻ്റെ 18-ാം വാക്യത്തിൻ്റെ 2-ാം പാർട്ടിലാണത്. നാം അവൻ്റെ സൃഷ്ടികളിൽ ഒരുവിധം ആദ്യഫലമാകേണ്ടതിന് അവൻ തൻ്റെ ഇഷ്ടം ഹേതുവായി സത്യത്തിൻ്റെ വചനത്താൽ നമ്മെ ജനിപ്പിച്ചിരിക്കുന്നു. യാക്കോബ് 1-ന്റെ 18-ഉം 1 പത്രോസ് 1-ന്റെ 23-ഉം 1 പത്രോസ് 1-ന്റെ 5-ഉം വീണ്ടും ജനനത്തെക്കുറിച്ച് പറയുന്നു. വീണ്ടും ജനിച്ചിരിക്കുന്നു, വീണ്ടും ജനിപ്പിച്ചിരിക്കുന്നു. അപ്പോൾ വീണ്ടും ജനനം കഴിഞ്ഞു. യാക്കോബിൻ്റെ ലേഖനത്തിലും പത്രോസിൻ്റെ ലേഖനത്തിലുമുള്ള വാക്യപ്രകാരം ഒരു വീണ്ടും ജനനം സംഭവിക്കുന്നു. എങ്ങനെ? കെടുന്ന ബീജത്താലല്ല, കെടാത്തതും ജീവനുള്ളതും നിലനിൽക്കുന്നതുമായ ദൈവവചനത്താൽ വീണ്ടും ജനനം പ്രാപിച്ചു. ഒരു ഉപദേശി, സ്കൂളിൽ പോകാത്ത ഒരു ഉപദേശി എന്ന് സങ്കല്പിക്കുക. യേശുക്രിസ്തുവിൻ്റെ പാപത്തിന് വേണ്ടി മരിച്ചു ഇന്നേക്ക് 2000 വർഷങ്ങൾക്ക് മുമ്പ്. ആ യേശുക്രിസ്തുവിൽ വിശ്വസിക്കുന്ന നിനക്ക് ആത്മരക്ഷയുണ്ടെന്നുള്ള വചനം കേട്ട് കഴിയുമ്പോൾ ഒരു വ്യക്തി വിശ്വസിച്ച് വീണ്ടും ജനനം പ്രാപിക്കുന്നു. അത് വീണ്ടും ജനനം പ്രാപിക്കുന്ന ഹൃദയത്തിൽ വചനം വീണ്ടും രൂപാന്തരം ഉണ്ടാകുന്നു. പരിശുദ്ധാത്മാവ് പ്രവർത്തിച്ച് രൂപാന്തരം ഉണ്ടാകുന്നു. അങ്ങനെ ഒരു പൊതുജനനം ഉണ്ടാകുന്നു. 2 കൊരിന്ത്യർ 5-ാം അധ്യായത്തിൻ്റെ 17-ാം വാക്യത്തിൽ ഒരു ക്രിസ്തുവിലായാലും പുതിയ സൃഷ്ടിയാകുന്നു, പഴയത് കണ്ടാ സകലതും പുതുതായി. അപ്പോൾ പുതിയ സൃഷ്ടിയായി മാറുന്നു. ഒരു വീണ്ടും ജനനം സംഭവിക്കുന്നു. ഈ ജനിച്ച കുഞ്ഞ്, ഇവിടെ ഒരു കുഞ്ഞുണ്ട് 4.5 വയസ്സായ, 4.25 വയസ്സല്ലേ കുഞ്ഞിന്. ഇത് 1 വയസ്സിൽ ഈ കുഞ്ഞ് ജനിച്ചപ്പോൾ അമ്മ കൊണ്ടുവന്ന് എൻ്റെ തന്നു. ഞാൻ പ്രാർത്ഥിച്ചു പ്രദർശിച്ചു. ഈ കുഞ്ഞ് അന്ന് കിടന്ന് ഉറക്കം തന്നെയായിരുന്നു. ഇവിടെ ഇരിപ്പുണ്ട്. ഇപ്പം ഭയങ്കര ബഹളമാണ്. അവൻ ഉറക്കം തന്നെയായിരുന്നു. 1-2 വയസ്സ് വരെയൊക്കെ ഉറക്കം തന്നെ, ഉറക്കം. വിശക്കുമ്പോൾ കിടന്ന് കീറിപ്പൊളിക്കും. അപ്പോൾ പാലോ എന്തെങ്കിലും കൊടുക്കും, പിന്നെയും കിടന്നുറങ്ങും. എന്നാൽ അവൻ ആ പാല് കുടിച്ച് ഫുഡ് കഴിച്ചവൻ വളർച്ച പ്രാപിച്ച് ഇപ്പം എന്ത് ചെയ്യുന്നു? നമ്മൾ സംസാരിക്കുന്നതിനേക്കാളും ഭയങ്കരമായിട്ട് അവൻ സംസാരിക്കുക. പാടുന്നു, ഓടുന്നു, ചാടുന്നു, നടക്കുന്നു, പല കാര്യങ്ങൾ ഗൈഡ് ചെയ്യുന്നു. നമ്മളെയൊക്കെ ഉപദേശിച്ചുകൊണ്ടിരിക്കുക പല നിലയിൽ. കാരണം ഒരു വളർച്ചയുടെ പാന്താവിലേക്ക് വന്നുകൊണ്ടിരിക്കുന്നു. അത് മാനുഷികമായ ഒരു വളർച്ചയാണ്, ഒരു ജഡപ്രകാരം ഒരു കുഞ്ഞിൻ്റെ വളർച്ചയാണ്. അതുപോലെ വീണ്ടും ജനനം പ്രാപിച്ച ഒരു വ്യക്തിക്ക് വളർച്ചയുണ്ട്. ആ വളർച്ചയാണ് ഇവിടെ പത്രോസ് പറയുന്നത്. സകല ദുഷ്ടതയും ചതിവും വ്യാജഭാവവും അസൂയയും എല്ലാം നുണയും നീക്കിക്കളഞ്ഞ് ഇപ്പോൾ ജനിച്ച ശിശുക്കളെ പോലെ രക്ഷയ്ക്കായി വളരുവാൻ വചനമെന്ന മായമില്ലാത്ത പാൽ കുടിപ്പാൻ വാഞ്ചിച്ചാൽ മതി, നമുക്ക് തരും കർത്താവ്. ഈ വചനമെന്ന പാലിന് വേണ്ടി ആരും വാഞ്ചിക്കുന്നില്ല.
വചനത്തിന് വേണ്ടിയുള്ള ദാഹം നമുക്കില്ല. നമ്മുടെ ദാഹം ലോകത്തെ പ്രാപിക്കാനുള്ള ദാഹമാണ്. ലോകത്തിലെ കുറച്ച് അപ്പും ചവറും ചീഞ്ഞളിഞ്ഞ കാര്യങ്ങളും ഒക്കെ പ്രാപിക്കാനാ. ഇൻക്ലൂഡിങ് മീ, എന്നെ കൂടി ചേർത്ത് പറയുക. നമ്മൾ അതിൽ നിന്നൊക്കെ മാറണം ലോകത്തിലെ കാര്യങ്ങൾ അറിയാൻ. LDF UDF കൂടിയുള്ള തർക്കം, പിന്നെ പിണറായി എന്ത് പറഞ്ഞു, പ്രതിപക്ഷ നേതാവ് VD സതീശൻ എന്ത് പറഞ്ഞു, ഇതൊക്കെ ഗാർബേജാണ് ദൈവമക്കളെ, വേസ്റ്റാണ്. ഇതറിയാനുള്ള വാഞ്ചയും ദാഹത്തെക്കാൾ ഉപരി ദൈവവചനം എന്തു പറയുന്നു എന്നുള്ള ദാഹം നമുക്കുണ്ടെങ്കിൽ നമ്മൾ രക്ഷപ്പെടും. മനസ്സിലായോ? വചനത്തിന് വേണ്ടിയുള്ള ദാഹം. ആമോസിന്റെ പ്രവചന പുസ്തകത്തിൽ അപ്പത്തിനായിട്ടുള്ള വിശപ്പല്ല, വെള്ളത്തിനായിട്ടുള്ള ദാഹവുമല്ല, യഹോവയുടെ വചനത്തിന് വേണ്ടിയുള്ള വിശപ്പും ദാഹവും ഞാൻ ദേശത്തിന്മേൽ അയക്കുന്നു എന്ന് ആമോസ് പ്രവാചകൻ പറയുക. ആ ഭാഗം നിങ്ങളൊന്ന് പഠിക്കുന്നത് നല്ലതാണെന്ന് എൻ്റെ ചിന്ത. ആമോസിന്റെ പ്രവചന പുസ്തകം 8-ാം അധ്യായത്തിൻ്റെ 11-12 വാക്യങ്ങൾ. അപ്പത്തിനായിട്ടുള്ള വിശപ്പല്ല, വെള്ളത്തിനായിട്ടുള്ള ദാഹവുമല്ല, യഹോവയുടെ വചനങ്ങളെ കേൾക്കേണ്ടതിനുള്ള വിശപ്പ് തന്നെ ഞാൻ ദേശത്തേക്ക് അയക്കുന്ന നാഴിക വരുന്നു എന്ന് യഹോവ കർത്താവിൻ്റെ അരുളപ്പാട്. അന്ന് അവർ സമുദ്രം മുതൽ സമുദ്രം വരെയും വടക്ക് മുതൽ കിഴക്ക് വരെയും ഉഴന്നു ചെന്ന് യഹോവയുടെ വചനങ്ങളെ അന്വേഷിച്ച് അലഞ്ഞു നടക്കും. കണ്ടുകിട്ടുകയില്ലതാനും. അന്നാളിൽ സൗന്ദര്യമുള്ള കന്യകമാരും യവനക്കാരും ദാഹം കൊണ്ട് ബോധം കെട്ട് വീഴും. ദൈവസഭ മാറ്റപ്പെട്ടതിന് ശേഷം വചനത്തിന് വേണ്ടിയുള്ള ദാഹം മനുഷ്യന്റെ മേൽ ഉണ്ടാകുമെന്ന് ഇവിടെ വചനം പറയുക. അന്ന് കിട്ടത്തില്ല. ഇന്നിപ്പോൾ വചനം സുലഭമായി കിട്ടുന്നുണ്ട്. ദുരുപദേശമാണ് 90% 10% നല്ല വചനം, പത്യവചനം, പദ്യോപദേശം പലരും പറയുന്നുണ്ട്. അത് കേൾക്കാൻ ആൾക്കാർക്ക് ദാഹമില്ല. യേശുക്രിസ്തുവും പിശാചുമായിട്ടുള്ള സംവാദത്തിൽ കർത്താവ് എന്താ പറഞ്ഞ പിശാചിനോട്? മനുഷ്യൻ അപ്പം കൊണ്ട് മാത്രമല്ല ദൈവത്തിന്റെ വായിൽ നിന്ന് വരുന്ന സകല വചനം കൊണ്ട് ജീവിക്കുന്നു. ഒരു ദൈവ പൈതൽ, ഒരു വിശ്വാസി, ഒരു ബന്ധക്കോസുകാരൻ ജീവിക്കുന്നത് ഈ ഇവിടുത്തെ പിസ്തയും ഇവിടുത്തെ അൽഫാമും ഇവിടുത്തെ ഈ ഭക്ഷണങ്ങൾ കുഴിമന്തിയും കഴിച്ചല്ല. അത് ശാരീരികമായ വളർച്ചയ്ക്ക് ഉപയോഗിക്കത്തുള്ളൂ. ആത്മാവിന്റെ വളർച്ചയ്ക്ക് വേണ്ടുന്നത് ഈ വചനങ്ങളാണ്. അതുകൊണ്ട് നമ്മൾ ഇത് ഭക്ഷിക്കുന്നില്ലെങ്കിൽ നമ്മുടെ അകത്തെ മനുഷ്യൻ എന്ത് ചെയ്യും? ICU പോയി കിടക്കേണ്ടി വരും. ചത്തുപോകും അവൻ കുറെ കഴിയുമ്പോൾ. അപ്പൊ ഈ ജീവന്റെ വചനം എത്രത്തോളം നമുക്ക് ഭക്ഷിക്കാൻ പറ്റുമോ അത്രത്തോളം നമ്മൾ ഭക്ഷിക്കുമ്പോൾ നമ്മൾ അകത്തെ മനുഷ്യൻ ബലപ്പെടും. അതാ അതിൻ്റെ പ്രാധാന്യത. ഇവിടെ ഈ ദൈവവചനം എന്ന മായമില്ലാത്ത പാല് കുടിച്ച് വളരാനായിട്ട് നമ്മൾ ആഗ്രഹിക്കണം. ഈ പാല് കുടിക്കുന്നതിന് മുൻപ് 5 കാര്യങ്ങൾ നീക്കം ചെയ്യണമെന്ന് പത്രോസ് പഠിപ്പിക്കുക. അത് പൗലൂസ് പറയുന്നില്ല, മറ്റാരും അപ്പോസ്തലന്മാർ പറയുന്നില്ല, പത്രോസാണ് അത് ക്ലിയർ കട്ടായിട്ട് പറയുന്നത്. 5 വിധ കാര്യങ്ങൾ എന്തൊക്കെയാണ്? എല്ലാ ചതിവും വ്യാജഭാവവും അസൂയയും നുണയും നീക്കിക്കളാം. സകല ദുഷ്ടതയും ചതിവും. ദുഷ്ടത, ചതി, വ്യാജഭാവം, അസൂയ, നുണ. ഈ 5 വിധ പാപങ്ങൾ രക്ഷിക്കപ്പെട്ടു വരുന്ന ആത്മീക ശിശുവിനുണ്ട് എന്ന് നമ്മൾ പഠിക്കണം. അങ്ങനെ ആ രക്ഷിക്കപ്പെട്ട് വരുന്ന ആത്മീക ശിശുവിന് നിന്നിൽ ഈ പാപങ്ങൾ ഉണ്ടെന്ന് പാസ്റ്റർമാർ എന്ത് ചെയ്യണം? പഠിപ്പിക്കത്തില്ല, അവർ സൂചിപ്പിച്ചുകൊണ്ടിരിക്കുകയല്ലേ. നിന്നിൽ ദുഷ്ടതയുണ്ട്, ചതിയുണ്ട്, വഞ്ചനയുണ്ട്, പിന്നെ നുണയുണ്ട് എന്ന് പറഞ്ഞാൽ തോത്രാഴ്ച കിട്ടുമോ? കിട്ടത്തില്ല. വലിയ അച്ചായന്മാരൊക്കെ വലിയ പെർഫ്യൂമൊക്കെ അടിച്ച് വലിയ വന്നിരിക്കുമ്പോൾ പാസ്റ്ററെ അച്ചായ ദുഷ്ടതയുണ്ട്, ചതിയുണ്ട്, വഞ്ചനയുണ്ട്, തുണയുണ്ട്, അതുകൊണ്ട് വിട്ട് മാംസാന്തരപ്പെടണം എന്ന് പറഞ്ഞാൽ തോത്രാഴ്ച പാത്രത്തിൽ കാശ് വീഴത്തില്ല. പക്ഷെ നമ്മളെപ്പോലുള്ള എന്ത് ചെയ്യും? പറഞ്ഞിരിക്കും, അത് ഉറപ്പാ. ദുഷ്ടത, ചതി, വ്യാജഭാവം, അസൂയ, നുണ, ഈ സ്വഭാവങ്ങൾ ഉണ്ടെങ്കിൽ എന്ത് സംഭവിക്കില്ല? വചനമെന്ന മായമില്ലാത്ത പാല് ഉള്ളിലോട്ട് കയറത്തില്ല. അങ്ങനെ പറയണം. അപ്പൊ വിശ്വാസി വളരാതിരിക്കുന്നതിന്റെ കാരണം എന്താ? ആരാ കാര്യം? ഒന്നാമത് പത്യവചനം പറയുന്നില്ല എന്നുള്ളത് ഗുരുതരമായ വീഴ്ച. 2, അത് വല്ലതൊക്കെ പറഞ്ഞാൽ തന്നെ അത് ഹൃദയത്തിൻ്റെ ഉള്ളിലേക്ക് പോകണമെങ്കിൽ വിശ്വാസിയുടെ ഉള്ളിലുള്ള ഈ 5 പാപങ്ങൾ മാറ്റപ്പെടണം. ഞാനിന്ന് എന്താ പ്രസംഗിക്കേണ്ടതെന്ന് ഓർത്തിങ്ങനെ ദിവസത്തിൽ പ്രാർത്ഥിച്ചിരുന്നപ്പോഴാണ് ഈ ഭാഗം എൻ്റെ ഹൃദയത്തിലേക്ക് കർത്താവ് തന്നത്. 3 ദിവസം പ്രസംഗിക്കാനുള്ള മെസ്സേജാണ് ഇതിൽ കിടക്കുന്നത്. 1 പത്രോസ് 2:1 മുതൽ 10 വരെയുള്ള വിഷയത്തിൽ അതുപോലുള്ള വിഷയങ്ങൾ അതിൽ കിടക്കുന്നു. ഓടിച്ചൊന്നും പറഞ്ഞും തീർക്കത്തില്ല, തീരുമ്പോൾ തീരട്ടെ എന്ന് കരുതിയിരിക്കാൻ ഞാൻ. കറക്റ്റ് 12-ന് മുമ്പ് നമ്മൾ പ്രാർത്ഥിച്ച് അവസാനിപ്പിക്കും. സ്തോത്രം. അതുകൊണ്ട് പ്രിയമുള്ളവരെ, ഒരു കാര്യം മനസ്സിലാക്കേണ്ടത്, രക്ഷയ്ക്കായി വീണ്ടും ജനനം പ്രാപിച്ച ഒരു വ്യക്തിയെ
അവനിൽ 5 വിധ പാപമുണ്ടെന്ന് പാസ്റ്റർമാർ ആദ്യം പഠിപ്പിക്കണം. എന്തൊക്കെയാണ് 5 വിധ പാപം? ദുഷ്ടത, ചതി, വ്യാജഭാവം, അസൂയ, നുണ. ഇപ്പം മുടി കറുപ്പിക്കുന്ന ഒരാള് അവനിൽ എന്തുണ്ട്? വ്യാജഭാവമുണ്ട്. പിന്നെ എന്താ ആത്മാഭിഷേകം കിട്ടാൻ? എവിടെ കിട്ടാൻ? എങ്ങനെ വളരാൻ? ഞങ്ങളൊക്കെ നരച്ചു പൂത്തിരിക്കണതിൻ്റെ കാര്യം എന്താ? അത് ഇച്ചിരി കരി തേച്ച് കഴിഞ്ഞാൽ അത് വ്യാജമാണെന്ന് നമുക്കറിയാം. ആ വ്യാജം ചെയ്തുകൊണ്ട് പിന്നെ എന്നാ പ്രസംഗിക്കാൻ നമ്മൾ? മനസ്സിലാകുന്നുണ്ടോ കാര്യങ്ങൾ? ഈ ജനറൽ കൺവെൻഷന് പാസ്റ്റർമാരൊക്കെ ഇരിക്കുന്ന കണ്ടിട്ടുണ്ട്. 70, 75, 80, 60 മേലോട്ടുള്ള പാസ്റ്റർമാർ എല്ലാം നല്ല നല്ല കുട്ടപ്പന്മാരായിട്ടിരിക്കും. ഇപ്പൊ കെട്ടിക്കാൻ പറ്റിയ പരുവത്തിൽ. അപ്പൊ ഇവരൊക്കെ വ്യാജമല്ലേ കാണിക്കുന്നേ? ഞാനിവിടെയൊക്കെ ഇപ്പൊ ഇടപെടുന്നത്, എനിക്ക് എൻ്റെ പോയിന്റുകൾ ഇവിടെയാ. ഒരു പാസ്റ്റർ ടൈ ചെയ്യുമ്പോൾ അദ്ദേഹം വ്യാജന. ഏത് മഹാനാണെങ്കിലും കൊള്ളാം, പ്രസിഡന്റോ സെക്രട്ടറിയോ ആരാണെങ്കിലും, ഏത് പ്രസ്ഥാനത്തിന്റെ ഏതാളായാലും. അപ്പൊ ആ വ്യാജന് എന്ത് കിട്ടത്തില്ല? വചനമെന്ന മായമില്ലാത്ത പാൽ കുടിക്കാൻ പറ്റത്തില്ല. ശരിയാണോ ഇല്ലയോ നിങ്ങൾ പറ? പറ്റത്തില്ല. വചനമെന്ന വായു കൊടുത്താലേ വളരുള്ളൂ. രക്ഷിക്കപ്പെട്ട് 8, 10, 15 വർഷം എന്താ വളരാതിരിക്കുന്നേ? ഈ വചനം ഉള്ളിൽ ചെല്ലുന്നില്ലെന്നേ. എടാ, ഒരു ദിവസം 4, 5 ഗ്ലാസ് പാലാണ് ഞാൻ കുടിക്കുന്നത്, മായമില്ലാത്ത പാല്. രാവിലെ എഴുന്നേറ്റ ചിലപ്പോൾ 1, 2 ഒക്കെ കുടിക്കും, ചിലപ്പോൾ ഒരു ലേഖനം അങ്ങനെ തന്നെ വായിച്ചു കുടിക്കും, ചിലപ്പോൾ ഒരു സുവിശേഷത്തിൻ്റെ 5, 6 അധ്യായങ്ങളൊക്കെ വായിക്കും. ഈ മായമില്ലാത്ത പാല് കുടിക്കുമ്പോഴേ നമ്മൾ വളരുള്ളൂ. അകത്തെ മനുഷ്യൻ. പൗലോസ് പറയുന്നു, പുറമേയുള്ളവൻ നാൾക്ക് നാൾ ക്ഷയിച്ചു പോകുന്നു, അകമേയുള്ളവൻ നാൾക്ക് നാൾ പുതുക്കം പ്രാപിക്കും. അതുകൊണ്ട് വാത്സല്യ പ്രിയമുള്ളവരെ, നമ്മുടെ അകത്തെ മനുഷ്യൻ വളരണമെങ്കിൽ എന്തു വേണം? വചനമെന്ന മായമില്ലാത്ത പാല് കുടിക്കണം. ആ പാല് കുടിക്കുന്നതിന് മുൻപ് മാറ്റപ്പെടേണ്ട 5 കാര്യങ്ങൾ എന്തൊക്കെയാണ്? അടുക്കായിട്ട് പറയണം. അടുക്കായിട്ട് തെറ്റിച്ച് പറയരുത്. അടുക്കായിട്ട് പറയണം. സകല ദുഷ്ടത, ചതിവ്, വ്യാജഭാവം, അസൂയ, നുണ നീക്കിക്കളയണം. മനസ്സിലായോ? സ്തോത്രം. ഹല്ലേലൂയ, ഹല്ലേലൂയ, പ്രൈസ് ദി ലോർഡ്. സ്തോത്രം, സ്തോത്രം, സ്തോത്രം. അതുകൊണ്ട് വാത്സല്യ ദൈവമക്കളെ, നമ്മുടെ ജീവിതത്തിൽ ഒരു ആത്മീയ വളർച്ച ഉണ്ടാകുന്നില്ലെങ്കിൽ, ആത്മീയമായ നിറവിൻ്റെ അനുഭവം ഉണ്ടാകുന്നില്ലെങ്കിൽ, ആത്മീയ വർധന ഉണ്ടാകുന്നില്ലെങ്കിൽ ശ്രദ്ധിച്ചോണം, ഈ മായമില്ലാത്ത പാല് ഉള്ളിൽ ചെല്ലുന്നില്ല.